ഉപഗെയിൻ വില്ല. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വിയേർഡ് ബ്രെഡ് സ്പ്രെഡ് ഈറ്റിംഗ് ചലഞ്ചുമായിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ. സാറ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇവിടെ ബ്രെഡ് ഇരിപ്പുണ്ട്, അതിന്റെ ഉള്ളില് ഇതിനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറെ സാധനങ്ങൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, ചവർപ്പുള്ളതുണ്ട്, ഒക്കെ എല്ലാം ഉണ്ട്. നോർമലി ബന്ധം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതെ, അപ്പം അതെ അതന്നെ. അപ്പം സെലക്ട് ചെയ്ത് കഴിക്കുന്ന ആൾക്ക് കിട്ടുന്ന, അതായത് നമ്മള് ഇപ്പൊ ഇതിന്ന് ഏത് പ്ലേറ്റിൽ നിന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, കിട്ടുന്നത് അങ്ങ് കഴിക്കണം. അതാണ് വിയേർഡ് ബ്രെഡ് സ്പ്രെഡ് ഈറ്റിംഗ് ചലഞ്ച്. ഞങ്ങള് ഞങ്ങൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഷഫിൾ ചെയ്താ വെച്ചേക്കണം, ഞങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്നുള്ളത്. തേച്ചിട്ട് പിന്നെ അതങ്ങ് ഷഫിൾ ചെയ്തു നോക്കാതെയാണ് ഷഫിൾ ചെയ്തത്. അതെ, അല്ല തുടങ്ങാം, നമുക്ക് തുടങ്ങാൻ പോവാണോ? ഓക്കെ അല്ലേ? അപ്പൊ എമ്മിക്കുട്ടിന് എടുത്തോ സെലക്ട് ചെയ്യൂ, എടുക്കൂ, കടിക്കൂ. ഉള്ളിലെ സാധനം കിട്ടണവരെ കടിക്കണം കേട്ടാ. കടിക്ക് ഉണ്ട്, ഉള്ളിലുണ്ട്. കടിച്ചു തിന്നി, കടിച്ചു തിന്നി. എന്താ നോക്ക്, അവിടെ നോക്കണ്ട. എടുത്തോ അവിടെ രക്ഷയിട്ടാ. എമ്മിക്കുട്ടി രക്ഷയിട്ട്. നെക്സ്റ്റ് റബേക്ക. ഓക്കെ എങ്ങനെയാന്ന് വെച്ചാ നോക്കിട്ട് എടുത്തോ. ഓക്കെ റെഡി? എടുക്ക്, കടിക്ക് നല്ലോണം. എടുത്ത് സാറ. ഓക്കെ, എടുക്കൂ. സാധാരണ മിക്കവാറും സാറക്കാണ് പണിയൊക്കെ കിട്ടാറ്. ആണോ? അതെങ്ങനെ മനസ്സിലായി? ഇല്ല, പണിയൊന്നും അല്ല. ചീസല്ല, ജാം ആയിരിക്കും. ജാം കിട്ടി. ഓക്കെ, അടുത്ത ഞാനല്ലേ? ഓക്കെ, ചീസ് കിട്ടി. അത് എട്. മറ്റേ സാധനമാണ് പുളിയിഞ്ചി ആയിരുന്നു. ഇല്ല, അവിടെ ഇരിക്കും. അടുത്ത് കടിക്ക് മൊത്തത്തിൽ കടിക്കണം, കയറ്റി കടിക്കണം. കൈയൊക്കെ അവിടെ നിന്ന് മാറ്റി കടിക്കും. എന്നാ പിടിക്ക്. ഓക്കെ, നോക്കണേ. കടി. എന്താണ് നാരങ്ങ. മുളക്. പച്ചമുളക്. അടിപൊളി. ഇങ്ങോട്ട് പോന്നെ റബേക്ക. എന്നിട്ടെ ഓക്കെ, റബേക്ക. നാരങ്ങ. ഓക്കെ, അല്ല, പുളിയിഞ്ചി. ഞാൻ പച്ചമുളക് ഇവിടെ കൈ പിടിച്ചോണ്ടിരിക്കുവാണ്. ഇനി എന്ത് കുന്താണാവോ? പച്ചമുളക്, വീണ്ടും പച്ചമുളക്.
വീണ്ടും വീണ്ടും പച്ചമുളക്. പച്ചമുളക് ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ഞാൻ. എന്താ ഇഷ്ടമുള്ള സാധനമാണ് പുളിയിഞ്ചി. ഒരേ സാധനം കിട്ടിയോ ആർക്കെങ്കിലും? എനിക്ക് പച്ചമുളക് കിട്ടി, 2 പ്രാവശ്യം കിട്ടി. ഡോപ്പിക്ക് പുളിയിഞ്ചി കിട്ടി. പുളിയിഞ്ചി 2 പ്രാവശ്യം കിട്ടി. നാരങ്ങ കിട്ടി, ജാം കിട്ടി, ചീസ് കിട്ടി. അല്ല, എനിക്ക് പുളിയിഞ്ചി മാത്രമേ കിട്ടിയുള്ളൂ. പുളി കിട്ടി. ഇല്ല, പിന്നെ മുളക് കിട്ടി. മുളക് ഇത് കിട്ടി, ഇത് ജാം. സന്തോഷായി പോയി അല്ലേ? നാരങ്ങ സാറൊക്കെ മാത്രമായിട്ടുള്ള റബേക്കയ്ക്ക് എല്ലാം കിട്ടിയത്. എല്ലാം കിട്ടി. എനിക്കും കിട്ടിയായിരുന്നല്ലോ. ഇല്ല, എനിക്ക് പുളി കിട്ടിയില്ല, എനിക്കപ്പൊ എല്ലാം കിട്ടിയത്. മുളകും കിട്ടിയില്ല. എനിക്ക് തന്നെ പുളിയിഞ്ചിയൊക്കെ ബ്രെഡ് എത്തിച്ച് തിന്നണ ഒരു പ്രശ്നമില്ല. മനസ്സിലായി, അത് നല്ലതാണ്. സാരൊക്കെ ഇഷ്ടമല്ല. പച്ചമുളകും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. അത് വേറെ കാര്യണ്ട്. ഞാൻ നമ്മുടെ മറ്റേ ഉണ്ടമുളക് എടുത്തെങ്കിൽ ഓടിയാനെ ഇവിടെ. ചെറിയ എരിവുള്ളതല്ലേ? ഞാൻ അത് ശരിക്കും പച്ചമുളക് റൗണ്ട് ചെയ്ത് ബ്രെഡിന്റെ ഇടയിൽ വെച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. എല്ലാം കിട്ടിയില്ല. പച്ചമുളകും ബ്രെഡും കൂടി തിന്നിട്ട് വലിയ കുഴപ്പമില്ലട്ടാ. ഒരു അതിശക്തമായ എരിവില്ല, അതിന് എരിവുണ്ട്. പൊടി എരിവ് കുറഞ്ഞ മുളകാണല്ലോ. എന്നാലും നമ്മുടെ ഉണ്ടമുളക വെച്ചെങ്കിൽ ഒറ്റക്കടി അടിക്കും. എനിക്ക് സോസ് കിട്ടി. ഒരു സോസേൽ വെച്ചില്ല നമ്മള്. ആണല്ലേ? സോസേ വെച്ചില്ല നമ്മള്. അപ്പൊ സോസ് ആർക്കാ കിട്ടി? സോസ് സാറക്ക് കിട്ടി. മുളക് കൂടിയ സോസാണ്. അപ്പൊ ഇഷ്ടായ ഈ ചലഞ്ച് കൊള്ളായിരുന്നോ? എല്ലാരും ബ്രെഡ് കഴിച്ചിട്ടില്ല. അത് ഇവിടെ പുളിയിഞ്ചിന്റെ ബ്രെഡും മുളക്, ഇതെല്ലാം മുളകാണ്. മുളകിന്റെ ബ്രെഡ്. എന്റെ മുളകുള്ള ബ്രെഡ് മാത്രമല്ല ഫുൾ കഴിച്ചു. ഞാൻ ഫുൾ കഴിച്ചു. എനിക്ക് ഇഷ്ടമാണ് മുളക് കഴിക്കാൻ. മുളക് എനിക്ക് കിട്ടിയത് അവിടെ ഉണ്ട്. പിന്നെ ആർക്കാ മുളക് കിട്ടിയത്? എനിക്ക് കിട്ടി. 2 വർഷം നിനക്ക് മുളക് കിട്ടി. ആ, എനിക്ക് മുളക് കിട്ടി. ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചലഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒന്ന് അങ്ങനത്തേക്ക് ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു തന്നാ കൊള്ളാം. ചെയ്യാം. പണ്ട് എലിസിയോട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. കാന്താരി മുളക് ഈറ്റിംഗ് ചലഞ്ച്. എന്റെ അമ്മേ, 10 അതിൽ കൂടുതൽ കഴിച്ചു. ഞാൻ എത്ര കഴിച്ചു? 10 ഞാൻ കാന്താരിമുളക് കഴിച്ചു. എന്നിട്ട് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചു. അതിന്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടി ഐസ്ക്രീം കഴിച്ചു. അപ്പോഴേക്കും അതിന്റെ ആ എരിവങ്ങ് വല്ലാണ്ടങ്ങ് കൂടി. തണുപ്പില്ലാത്തത് അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ കുടിച്ചാലും മതിയായിരുന്നു. ഡോഫിന് ആ സമയത്ത് എന്താ ചെയ്തത്? ഡോപ്പി ചിരിച്ചത് മാത്രമേ പിന്നാലെ നടന്ന് അത് വീഡിയോ എടുത്ത്. അല്ല, അത് നമ്മൾ അതിനു വേണ്ടിയാണല്ലോ. അല്ല, ചലഞ്ചാണല്ലോ ചെയ്തത്, അതുകൊണ്ടാണ്. അതെ. അപ്പൊ നമുക്ക് കുറച്ചേരല്ല, ഒരു മണിക്കൂറുകൾ വയറ് ഓക്കെ ആവാനായിട്ടൊക്കെ. നാക്ക് ഓക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗവും വയറുകളും ഓക്കെ ആവാനായിട്ട്. എന്നാലും ഞാൻ തിന്നത്രയും തിന്നണം നല്ലതൊന്നുമല്ല. ഉപ്പിലിട്ടല്ല, പച്ചമുളക്. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ഗെയിംസും ചലഞ്ചസും ഒക്കെ ചെയ്യാൻ ശരിക്കും എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമല്ലേ? നിങ്ങളൊരു ചലഞ്ചുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അടുത്ത് വേറെ വേറെ ചലഞ്ചസ് ഒക്കെ ചെയ്യാം. എല്ലാ ഫ്രണ്ട്സും കമന്റ് ചെയ്യണം. അത് പറഞ്ഞപ്പോഴാണ് റബേക്ക മോള് ക്ലാസ്സിൽ ചെന്നിട്ട് എല്ലാരോടും പറഞ്ഞ് ഫ്രണ്ട്സ് നിങ്ങളൊക്കെ എൻ്റെ കമന്റ് ചെയ്യണോന്ന് പറഞ്ഞിട്ടോ. അപ്പത്തേനും റബേക്കയുടെ ഒരു കൂട്ടുകാരൻ കമന്റ് ചെയ്തേ കുറെ കമന്റ്സ്. ഐ ലവ് യു റബേക്ക എന്ന് സ്വന്തം പേരെഴുതിയിട്ട് 4B അല്ല, 4Bയും C എന്നാണ് പറയുന്നത്. ഡിവിഷൻ 4 ഡിവിഷനും എല്ലാത്തിലും കേട്ടാ ഐ ലവ് യു റബേക്ക. എന്നിട്ട് റബേക്ക പിറ്റേ സമയം പറഞ്ഞല്ലേ അങ്ങനത്തെ കമന്റ് അല്ല ചെയ്യേണ്ടത്, അങ്ങനത്തെ അല്ലെന്നൊക്കെ പോയി പറഞ്ഞ്. അപ്പം പാവ കൊച്ചിക്ക അത് തന്നെ റബേക്കൊക്കെ ഒരു കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ് ആ കമന്റ്. ഇനി താങ്ക് യു കേട്ടോ, താങ്ക് യു കമന്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനും കൂട്ടുകാർക്ക് എല്ലാവർക്കും. എനിക്ക് വേണ്ട, മതി മതി മതി, അത് വേണ്ട. മറ്റേ പാവം. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളിനി നാളെ കാണാം.
വിശേഷങ്ങളായിട്ട് അടുത്ത വിശേഷം. ചേട്ടന്മാരെ നോക്കാനായിട്ട് നീക്ക് എത്ര പഠിക്കുന്നത്? അല്ല അത് ഇവളോട് സംസാരിക്കാറുണ്ട് കൂട്ടാണ്. ഓക്കെ അപ്പൊ പക്ഷേ കുറച്ച് നിരോധന ഓക്കെ. ഇനി അധിക നേരം ഇരുന്ന നമ്മളിവിടെ വേറെ പല വിശേഷങ്ങളും കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നാളെ കാണാൻ വിശേഷങ്ങളും അല്ലെങ്കിൽ ഗെയിംസോ ചലഞ്ചസ് ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.